ഹലോ, അപ്പോൾ ഇന്ന് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ച് തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയുമോ, ആദ്യം തന്നെ എണീറ്റൊരു ചായയൊക്കെ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ചായയൊക്കെ കുടി കഴിഞ്ഞ ശേഷം രാവിലെ ടിഫിനൊന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് കഞ്ഞി വെക്കാൻ ഒരാഗ്രഹം, കുറച്ച് ചെറുപയർ കഞ്ഞിയും പിന്നെ നമ്മുടെ വീട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടല്ലോ, അതിനൊരു അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലത്തെ ആഹാരം ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ്, സിമ്പിൾ മാത്രമല്ല. അപ്പോൾ രാവിലെ ചെറുപയർ കഞ്ഞിയും നല്ല നമ്മുടെ വീട്ടിലെ മാങ്ങ വലിച്ചിട്ട് മാങ്ങ അച്ചാർ ഇട്ടതും അതൊക്കെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മാങ്ങ നന്നായി വലുതാവണേ ഉള്ളൂ, എന്നാലും ഞാൻ രണ്ടെണ്ണം വലിച്ചു കേട്ടോ. വലിക്കുമ്പോൾ ഒരു സങ്കടം, ഇത്തിരി കൂടി വലുതായിട്ട് വലിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന നിറയെ ഉണ്ടല്ലോ, രണ്ട് മാവുണ്ട് ഇവിടെ, രണ്ടിലും നന്നായിട്ട് പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ആയി. എന്നിട്ട് വേഗം അച്ചാറൊക്കെ കിട്ടുമ്പോഴേക്കും നമ്മുടെ കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസിൽ, അതായിട്ടോ. അപ്പം പിന്നെ മാങ്ങ വേഗം തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞിതായി അരിഞ്ഞ്, അച്ചാർ പറയുമ്പോൾ വലിയ ആർഭാടമായിട്ടൊന്നും ഇട്ടില്ല, കാരണം കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ അച്ചാർ സൂപ്പറാണ്. ഇവിടെ പിന്നെ അതുണ്ടെങ്കിൽ ആർക്കും ഒന്നും വേണ്ട, നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ എണ്ണയും ഇതൊക്കെ ഒഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ മാങ്ങച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മാങ്ങൻ്റെ സീസണും ചക്കൻ്റെ സീസണൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യത്തിനൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ ആവശ്യത്തിനൊക്കെ നമുക്ക് പറിക്കാനുമായി. അപ്പോൾ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാകും നോക്കണേ. എനിക്കാണെങ്കിൽ ഈ പുളിപ്പ് ഭയങ്കര പുളിപ്പായി, ഭയങ്കര സഹിക്കാൻ പറ്റാത്ത പുളിപ്പാണ് കേട്ടോ. കഞ്ഞിയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങനെ ഇതൊക്കെയായിരുന്നു. പിന്നെ എന്താണെന്ന് കറി വയ്ക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഉച്ചയ്ക്കുള്ളത് റെഡിയാക്കണമല്ലോ. അപ്പോൾ ഇന്ന് വേഗം ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ ഗ്യാസിൽ തന്നെ വെച്ചു. എന്നിട്ട് കുറച്ച് മീനുണ്ടായിരുന്നു, ഇന്നലെ വൈകിട്ട് വാങ്ങിയിട്ട് വന്നാണ് കേട്ടോ. അതിന് വൃത്തിയാക്കി രാത്രി തന്നെ ഞാൻ മുളക് പൊടിയും എല്ലാം ഒക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എന്നിട്ട് അത് വറുക്കല്ലേ വേണ്ടുള്ളൂ. അങ്ങനെ വേഗം മീൻ വറുത്തു. പിന്നെ അപ്പോഴേക്കും ഇവിടെ ഞാൻ മീൻ വറുത്തും ചോറും വെച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവൾക്കൊരു നൂഡിൽസ് കഴിക്കാനൊരാഗ്രഹം. പിന്നെ എന്നോടൊന്നും നിർബന്ധിക്കില്ല കേട്ടോ. അപ്പോൾ അവൾ തന്നെ ഉണ്ടാക്കി കഴിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് ഇങ്ങനെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഞാൻ വേഗം മീൻ വറുത്ത ശേഷം കറി എന്താ വയ്ക്കുക വെച്ചാൽ ആ മീനിൻ്റെ കുറച്ചുണ്ടായിരുന്നു, അതിട്ട് മീൻ മുളകിട്ടതാണ് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും തേങ്ങ അരച്ചൊക്കെ കറി വയ്ക്കുന്നത് ഇപ്പോൾ മുളകിട്ട് കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം പിന്നെ ഇടയിലുള്ള വീഡിയോ കഞ്ഞി കുടിക്കുന്നൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവിടെ പോയതാണ് കേട്ടോ. നോക്കണം അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞാൽ എൻ്റെ മേമയുടെ മക്കളും കോയമ്പത്തൂരിൽ നിന്ന് മേമയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മ മാലയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സാമിയണം, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ടൊരു കൂടിക്കാഴ്ച കുറേ കാലത്തിന് ശേഷം കണ്ടതാണ്. അപ്പം ഞങ്ങൾ എത്ര സംസാരിച്ചാലും തീരില്ല. ഞാൻ ഉച്ചയ്ക്കാണ് പോയത്. അങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ 3 മണിയായി. നമുക്ക് നമ്മുടെ വീട്ടിലേക്കും വരണമല്ലോ, നമ്മുടെ കാര്യങ്ങളും നോക്കണ്ടേ. അങ്ങനെ ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. ചെറിയൊരു സങ്കടമുണ്ട്, എല്ലാവരും കൂടി ഇനി ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി കൂടാന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് യാത്രയും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീട്ടിലേക്ക് വന്നു. അതിൻ്റെ ഇടയിലാണ് കേട്ടോ നമ്മുടെ അബിൻ്റെ താമരക്കുളത്തിൽ നിറയെ മീൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെ നോക്കി, പക്ഷേ താമരയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. പിന്നെ കുറേ ദൂരം വണ്ടിയിലൊക്കെ വന്നപ്പോൾ എനിക്ക് തലവേദന തോന്നി. അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്താറാകുമ്പോൾ ഒരു ചായക്കടയിൽ പോയി, അല്ല ഒരു ബേക്കറിയിൽ പോയി ചായയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി.